ചാപ്റ്റർ 12 സെക്ഷൻ 12.2 ആണ്. ഇനി അത് ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി ആണ്. ഫസ്റ്റ് ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ നോക്കാം. വി സേ ദാറ്റ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ അപ്രോച്ചസ് ദ ലിമിറ്റ് എൽ ആസ് എക്സ് വൈ അപ്രോച്ചസ് എക്സ് നോട്ട് വൈ നോട്ട് ആൻഡ് വി റൈറ്റ് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എൽ ഇഫ് ഫോർ എവരി നമ്പർ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 there exists a corresponding number delta greater than 0 such that for all xy in the domain of f 0 less than square root of x minus x naught whole square plus y minus y naught whole square less than delta implies modulus of f of xy minus l less than epsilon. ഈ ഡെഫിനിഷൻ നിങ്ങൾ ഫങ്ഷൻസ് ഓഫ് സിംഗിൾ വേരിയബിൾസിൻ്റെ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ പഠിച്ചത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം സിംഗിൾ വേരിയബിൾസിൻ്റെ കേസിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫോർ എവരി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 there exists a corresponding number delta greater than 0 such that for all x in the domain of f 0 less than modulus of x minus x naught less than delta implies modulus of f of x minus l less than epsilon. അതായത് എൽ എന്ന് പറയുന്ന റിയൽ ലൈനിലെ ഒരു പോയിൻ്റ്, അതിലേക്ക് ഫംഗ്ഷൻ വാല്യൂ ഫംഗ്ഷൻ്റെ ലിമിറ്റ് ആസ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എൽ എന്ന് പറയണമെങ്കിൽ ആ എല്ലിൻ്റെ ഏത് എപ്സിലൺ നൈബർഹുഡ് എടുത്താലും എൽ മൈനസ് എപ്സിലോൺ എൽ പ്ലസ് എപ്സിലോൺ, ഇത് എപ്സിലൺ നൈബർഹുഡിനെയാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ എന്നതിനെ മാറ്റി എഴുതാം. മോഡുലസ് മാറ്റി എഴുതുമ്പോൾ ഇതിൽ നമുക്ക് എന്ത് കിട്ടും? എൽ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എൽ പ്ലസ് എപ്സിലോൺ എന്ന് കിട്ടും. അതായത് എൽ മൈനസ് എപ്സിലോൺ എഫ് ഓഫ് എൽ പ്ലസ് എപ്സിലോൺ എന്ന നെയ്ബർഹുഡ്, എൽ മൈനസ് എപ്സിലോൺ എൽ പ്ലസ് എപ്സിലോൺ എന്ന എല്ലിൻ്റെ എപ്സിലോൺ നെയ്ബർഹുഡിനകത്തായിരിക്കണം എഫ് ഓഫ് എക്സ് എപ്പോൾ ആസ് എക്സ് നോട്ടിൻ്റെ ഒരു ഡെൽറ്റ നെയ്ബർഹുഡിൽ ഇത് പറയുന്നത് എന്താണ്? ഇതിൽ നമുക്ക് കിട്ടുന്നത് എക്സ് മൈനസ് എക്സ് നോട്ട് 0 ആവരുത്, അതായത് എക്സ് നോട്ട് എന്ന പോയിൻ്റ് ഒഴിച്ചുള്ള ഒരു ഡെൽറ്റ നെയ്ബർഹുഡ്, എക്സ് നോട്ട് മൈനസ് ഡെൽറ്റ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ, ഒരു ഡെൽറ്റ നെയ്ബർഹുഡിൻ്റെ ഇമേജ് ഇതിനകത്ത് കിടക്കണം. അങ്ങനെ ഒരു ഡെൽറ്റ നെയ്ബർഹുഡ് കിട്ടണം. ഏത് എപ്സിലൺ നെയ്ബർഹുഡ് ഓഫ് എൽ എടുത്താലും അതിനകത്ത് ഇമേജ് വരുന്നത് പോലെ ഒരു എക്സ് നോട്ടിൻ്റെ ഒരു ഡെൽറ്റ നെയ്ബർഹുഡ് ഉണ്ടെങ്കിൽ നമ്മൾ പറയുമായിരുന്നു ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ നൈബർഹുഡ് ഇവിടെ ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ് ആണ്, ഇത് ഫങ്ഷൻസ് ഓഫ് സിംഗിൾ വേരിയബിൾ ആയിരുന്നു. അപ്പോൾ ഡൊമൈൻ എന്തായിരുന്നു? ഇവിടെ ഡൊമൈൻ റിയൽ ലൈൻ തന്നെയായിരുന്നു. ഇവിടുത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ ലൈൻ തന്നെയായിരുന്നു. ഇവിടെ റേഞ്ചും റിയൽ ലൈൻ ആയിരുന്നു. നമ്മുടെ ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ് വന്നപ്പോൾ ഡൊമൈൻ മാറി. ഡൊമൈൻ എന്തായി? എക്സ് വൈ പ്ലെയിനായി. അതുകൊണ്ടാണ് ഇവിടെ ഡെൽറ്റ നെയ്ബർഹുഡ് മാറി ഡെൽറ്റ റേഡിയസ് ഓപ്പൺ ഡിസ്ക് ആയിട്ട് മാറിയത്. ഇവിടെ ഈ കേസിൽ ഇത് ഡിനോട്ട് ചെയ്യുന്നത് എക്സ് നോട്ട് വൈ നോട്ട്, ഇതെന്ന് പറയുന്നത് എന്താണ്? എക്സ് നോട്ട് വൈ നോട്ടും എക്സ് വൈ എന്ന് പറയുന്ന പോയിൻ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്നു. അതായത് ഇവിടെ ഈ ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റയും ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള പോയിൻറ്റ്സുകളുടെ കളക്ഷൻ. അതായത് എക്സ് നോട്ട് വൈ നോട്ട് എന്ന പോയിൻ്റ് എവിടെയുണ്ട്? എക്സ് വൈ പ്ലെയിനിലുണ്ട്. ഇത് എക്സ് വൈ പ്ലെയിനിൽ എക്സ് നോട്ട് വൈ നോട്ട് എന്ന പോയിൻ്റ്, ഈ പോയിൻറ്റും എക്സ് വൈ എന്ന പോയിൻറ്റുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് 0 കൂടുതൽ എന്ന് പറയുമ്പോൾ ആ എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിൻ്റ് ഒഴിച്ച് പിന്നെ എന്താ ഇതുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റയിൽ താഴെയുള്ള പോയിൻ്റുകളുടെ കളക്ഷൻ. അതായത് ഇതിൻ്റെ ഒരു ഡെൽറ്റ റേഡിയസ് ഉള്ള ഒരു ഓപ്പൺ ഡിസ്ക്, എക്സ് നോട്ട് വൈ നോട്ട് സെൻറ്ററാക്കി ഡെൽറ്റ റേഡിയസ് ഉള്ള ഒരു ഓപ്പൺ ഡിസ്കിൻ്റെ ഇമേജ് എവിടെ വരണം? റിയൽ ലൈനിലാണ് ഇതിൻ്റെ ഇമേജ് വരുന്നത്. ഇതിൻ്റെ റേഞ്ച് റിയൽ ലൈനിൻ്റെ സബ്സെറ്റാണ്. അപ്പം എൽ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് റിയൽ ലൈനിൻ്റെ അതിൻ്റെ എപ്സിലോൺ നൈബർഹുഡിൽ എൽ മൈനസ് എപ്സിലോൺ എൽ പ്ലസ് എപ്സിലോൺ ഇതിനുള്ളിൽ വരുന്ന പോലെ ഒരു ഡെൽറ്റ നൈബർഹുഡ് എക്സ് നോട്ട് വൈ നോട്ടിന് കിട്ടണം. ഏത് എപ്സിലോൺ നൈബർഹുഡ് ഓഫ് എൽ എടുത്താലും അതിന് കറസ്പോണ്ടിങ്
എക്സ് നോട്ട് വൈ നോട്ടിൻ്റെ ഒരു ഡെൽറ്റ റേഡിയസ് ഡിസ്ക് നമുക്ക് ഡൊമൈനിൽ കിട്ടണം. അതിൻ്റെ ഇമേജ് എവിടെ വരണം? ഇമേജ് അണ്ടർ എഫ് ഈ റീജിയനുള്ളിൽ വരണം. ഇതിൻ്റെ ഇമേജ് അണ്ടർ എഫ് എടുക്കുമ്പോൾ നമുക്ക് എവിടെ വരണം? ഈ എപ്സിലൺ നെയ്ബർഹുഡിനകത്ത് വരണം. അങ്ങനെ ഒരു ഡിസ്ക് കിട്ടണം. അങ്ങനെ കിട്ടുവാണെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് L ആണെന്ന് പറയും. ആസ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട്. ഓക്കെ, ഇനി ഒന്നുകൂടെ ഡെഫിനിഷൻ നോക്കിക്കേ. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു L if for every epsilon greater than 0 there exists a delta greater than 0 such that for all xy in the domain such satisfying this condition implies this condition. അതായത് ഡെൽറ്റ നെയ്ബർഹുഡിലെ എല്ലാ പോയിൻറ്റുകളും ഇമേജ് എവിടെ വരണം? എല്ലിൻ്റെ എപ്സിലൺ നെയ്ബർഹുഡിൽ വരണം. അങ്ങനെ ഒരു ഡെൽറ്റ നെയ്ബർഹുഡ് കിട്ടണം. ഏത് എപ്സിലൺ എടുത്താലും കറസ്പോണ്ടിങ് ഒരു ഡെൽറ്റ ഉണ്ടാവണം. സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു L. ആ കാര്യം തന്നെയാണ് നോട്ട് 1 ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു L if for every epsilon greater than 0 there exists a delta radius punctured disk centered at x naught y naught such that its image lies completely in the epsilon neighborhood of L. ഏത് എപ്സിലൺ എടുത്താലും ആ എല്ലിൻ്റെ ഒരു എപ്സിലൺ നെയ്ബർഹുഡിനകത്ത് ഇമേജ് വരുന്ന പോലെ ഒരു ഡെൽറ്റ റേഡിയസ് ഡിസ്ക് എക്സ് നോട്ട് വൈ നോട്ട് സെൻറ്ററാക്കി ഡൊമൈൻ ഓഫ് എഫിൽ ഉണ്ടാവണം. അതാണ് ഈ കണ്ടീഷൻ. ലിമിറ്റ് L ആണെന്ന് പറയാനുള്ള കണ്ടീഷൻ. ഓക്കെ, ഇനി ഒരു നോട്ടാണ് അടുത്ത നോട്ട്. ഫോർ ഫങ്ഷൻസ് ഓഫ് സിംഗിൾ വേരിയബിൾസ് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് ആയിരിക്കും. അതുപോലെ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് വൈ ഈക്വൽ ടു വൈ നോട്ട് ആണ്. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് ഒരു കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു ആ കോൺസ്റ്റൻറ്റ് തന്നെ ആയിരിക്കും. നെക്സ്റ്റ് നമ്മുടെ തിയറം 1 പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സ് ഓഫ് ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ് ആണ്. ലിമിറ്റ്സ് ഓഫ് ഫങ്ഷൻസ് ഓഫ് സിംഗിൾ വേരിയബിൾസിൻ്റെ പ്രോപ്പർട്ടീസ് പോലെ സിമിലർ ആണ്. ദ ഫോളോവിങ് റൂൾസ് ഹോൾഡ് ഇഫ് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു L ആൻഡ് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു M. എഫും ജിയും രണ്ട് ഫങ്ഷൻസ് ആണ്. അതിൻ്റെ രണ്ടിൻ്റെയും ലിമിറ്റ് കറസ്പോണ്ട് എക്സ് നോട്ട് വൈ നോട്ടിലേക്ക് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫിൻ്റെ ലിമിറ്റ് L-ഉം എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് ജിയുടെ ലിമിറ്റ് M-ഉം ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് താഴെ പറയുന്ന 6 കണ്ടീഷൻസ് അതിൽ നിന്ന് പറയാം. ഫസ്റ്റ് 1 സം റൂളാണ്. സം റൂൾ പറയുന്നത് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ പ്ലസ് ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു L പ്ലസ് M ആണ്. ഫംഗ്ഷൻസിൻ്റെ സമ്മിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഓരോ ഫംഗ്ഷൻ്റെയും ലിമിറ്റുകളുടെ സമ്മാണ്. ഓക്കെ, ഒരു ഡിഫറൻസ് റൂൾ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ മൈനസ് ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു L മൈനസ് M. ഫംഗ്ഷൻസിൻ്റെ ഡിഫറൻസിൻ്റെ ലിമിറ്റുകളുടെ ഡിഫറൻസ് ആണ്. പ്രോഡക്റ്റ് റൂൾ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു L ഇൻറ്റു M. ഫങ്ഷൻസിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിമിറ്റുകളുടെ പ്രൊഡക്റ്റാണ്. കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ ലിമിറ്റ് k ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു k ഇൻറ്റു L ഫോർ എനി നമ്പർ k. ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ഓഫ് ഫങ്ഷൻ, അതിൻ്റെ ഫങ്ഷൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിളിൻ്റെ ലിമിറ്റ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ലിമിറ്റ് ഈക്വൽ ആയിരിക്കും. 5 കോഷ്യൻ്റ് റൂൾ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ബൈ ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു L ബൈ M ഇഫ് M നോട്ട് ഈക്വൽ ടു 0. അതായത് ഡിനോമിനേറ്ററിൽ വരുന്ന ഫംഗ്ഷൻ്റെ ലിമിറ്റ് നോൺ 0 ആണെങ്കിൽ മാത്രമേ കോഷ്യൻ്റ് റൂള് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. പിന്നെ പവർ റൂള് ഇഫ് M ആൻഡ് N ആർ ഇൻറ്റിജേഴ്സ് ദെൻ ലിമിറ്റ് എഫ് ഓഫ് എക്സ് വൈ റേസ് ടു M ബൈ N ഈക്വൽ ടു L റേസ് ടു M ബൈ N provided L raised to M by N is a real number. All limits are taken to be as xy tends to x naught y naught and L M are to be real numbers. അതിവിടെ പ്രത്യേകം എടുത്ത് എഴുതിയില്ലെന്നും പറഞ്ഞതേ ഉള്ളൂ. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ടിൻ്റെ ഉള്ള കേസുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാം. L M റിയൽ നമ്പേഴ്സാണ്. ഇപ്പോൾ നമ്മൾ ഈ പഠിച്ച തിയറവും ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ എഴുതിയ നോട്ടും, അതായത് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട്
ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് വൈ ഈക്വൽ ടു വൈ നോട്ട്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് കെ ഈക്വൽ ടു കെ. ആ 3 റിസൾട്ട് എഴുതിയിരുന്നു. അതും ഈ തിയറും കൂടെ ഒന്നിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇപ്പോൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിലും വൈയിലും ഉള്ള ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് പകരം ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സിനും വൈക്കും നേരെ എക്സ് നോട്ട് വൈനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഇനി നമുക്ക് കാണാം.